PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ UDF സർക്കാരിനെതിരെ പരസ്യ പ്രതികരണവുമായി കാന്തപുരം സമസ്ത വിഭാഗം രംഗത്ത്. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി മതേതര വിശ്വാസികൾക്ക് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രതിപക്ഷത്തിരുന്നപ്പോൾ PM ശ്രീ കരാർ കേരളത്തിൽ നടപ്പിലാക്കില്ലെന്നായിരുന്നു UDF വ്യക്തമാക്കിയിരുന്നത്. UDFന് വോട്ട് ലഭിക്കാൻ ഈ നിലപാടും ഒരു കാരണമായിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അധികാരത്തിലേറിയപ്പോൾ വാക്കുമാറ്റുന്ന നിലപാടിലേക്ക് പോകരുതെന്നും UDF പഴയ നിലപാടിലേക്ക് തന്നെ തിരിച്ചു വരണമെന്നും ആ വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും റഹ്മത്തുള്ള സഖാഫി കൂട്ടിച്ചേർത്തു. കേരളത്തിലെ VCമാർ പങ്കെടുത്തത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്നും സമസ്ത അഭിപ്രായപ്പെട്ടു. VCമാർക്കെതിരെ സർക്കാർ ശക്തമായി നടപടി സ്വീകരിക്കണമെന്നും SYS സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ ആവശ്യപ്പെട്ടു. സെനറ്റ് അംഗങ്ങളുടെ നിയമനം, PM ശ്രീ പദ്ധതി എന്നീ കാര്യങ്ങളിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും സമസ്ത നേതാക്കൾ കോഴിക്കോട് ആവശ്യപ്പെട്ടു. അതേസമയം മുഖ്യമന്ത്രി VT സതീശന് ജൂൺ 19 വെള്ളിയാഴ്ച വരെ സന്ദർശകരെ നേരിട്ട് കാണാൻ സാധിക്കില്ലെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു. ബജറ്റ് തയ്യാറാക്കുന്നതിന്റെ തിരക്കിലാണ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി എന്നാണ് അറിയിപ്പ്. എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നുവെന്നും മികച്ചൊരു നാളേക്കായുള്ള ദൗത്യത്തിൽ എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അറിയിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: നമ്മുടെ സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനവും ജനക്ഷേമവും ലക്ഷ്യമിട്ടുള്ള ബജറ്റ് തയ്യാറാക്കുന്നതിന്റെ തിരക്കുകളിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ആയതിനാൽ ജൂൺ 19 വരെ അദ്ദേഹത്തിന് സന്ദർശകരെ നേരിട്ട് കാണാൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു. ഈ താൽക്കാലിക ബുദ്ധിമുട്ടിൽ നിങ്ങളുടെ സഹകരണം കൂടി അഭ്യർത്ഥിക്കുന്നു. നാടിന്റെ മികച്ചൊരു നാളേക്കായുള്ള ഈ വലിയ ദൗത്യത്തിൽ എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണ പ്രതീക്ഷിക്കുന്നു. VT സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് വെള്ളിയാഴ്ചയാണ് അവതരിപ്പിക്കുക. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കാൻ എത്ര തുക വകയിരുത്തുമെന്നാണ് അറിയാനുള്ളത്. ഇന്ന് ആരംഭിച്ച KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രക്കുള്ള ഫണ്ട്, ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി, വയോജന വകുപ്പിനുള്ള ഫണ്ട് എന്നിവയെല്ലാം എത്രയെന്ന് പുതിയ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടാകും.